SIR ഒഴിവാക്കിയ വോട്ടർമാരെ കണ്ടെത്താൻ സർക്കാർ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ ഉത്തരവിട്ടു. 18 വയസ്സ് പൂർത്തിയായ എല്ലാവരുടെയും വോട്ട് ചേർക്കാനാണ് നിർദ്ദേശം. ഇതിനായി അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും സഹായം തേടും. ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, നിരവധി പേരാണിപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ അതിൽ വോട്ടർമാരെ കണ്ടെത്താനുള്ള ശ്രമം എങ്ങനെയാണ്? അത് എന്നു മുതൽ എങ്ങനെയായി അത് പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണ് അറിയാനാകുന്നത്. സ്മൃതി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏതാണ്ട് 24 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ അത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് പോവുകയാണ്. നേരത്തെ എന്യൂമറേഷൻ ഫോമുകൾ തിരിച്ചു നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്ന സംസ്ഥാന സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇനി വോട്ട് നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെ വോട്ട് ചേർക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ ഇങ്ങനെ ഒരു പുതിയ തീരുമാനമെടുത്തത്. ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നു. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഹെൽപ്പ് ഡെസ്ക്. ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞു. ഈ വോട്ടർമാരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്ക്. അത് പ്രാദേശിക തലത്തിൽ ഈ കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി, ഒപ്പം ആശാപ്രവർത്തകരൊക്കെ ഇറങ്ങിക്കൊണ്ട് വോട്ടർമാർ അല്ലാത്തവരെ കണ്ടെത്തും. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം സജ്ജമാക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉന്നതികളിലൊക്കെ നേരിട്ട് സന്ദർശിച്ച് തന്നെ ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരെ കണ്ടെത്താനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വോട്ട് വെട്ട് സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായി നടന്നു എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികളും അതേ വിമർശനം ഉയർത്തുന്നുണ്ട്. തിരക്കിട്ട് SIR നടപ്പിലാക്കിയതാണ് 24 ലക്ഷത്തിലേറെ പേർ പുറത്താകാൻ കാരണമെന്ന് സർക്കാർ പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം, എന്യൂമറേഷൻ ഫോം നൽകിയവരിൽ പലരും തിരിച്ചു നൽകിയിട്ടില്ല. മാത്രവുമല്ല, പലരും വീടുകളിലില്ല. മരിച്ചവർ ഉൾപ്പെടെയാണ് ഈ പട്ടികയുള്ളത് എന്ന് പറയുന്നു. അതേസമയം ചില നിയോജകമണ്ഡലങ്ങളിൽ വ്യാപകമായി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അടുത്ത ഫെബ്രുവരി 21-നാണ് അന്തിമ പട്ടിക പുറത്തുവരിക. അതുവരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പുതിയ അപേക്ഷാ ഫോം നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയും. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.